ടോണി, നമ്മുടെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് ലഭിച്ച വിവരമുണ്ടല്ലോ. റോത്തങ് പാസിൽ സൈനിക വിമാനം അപകടത്തിൽപ്പെട്ട് വീരമൃത്യു വരിച്ച തോമസ് ചെറിയാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 56 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കണ്ടെടുക്കാൻ കഴിയുന്നത്. ഏറ്റവും നീണ്ട തിരച്ചിൽ കാലയളവും ഇത് തന്നെ ആയിരിക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ആശുപത്രിയിൽ നിന്ന് ഇലന്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാഹനം ഇപ്പോൾ വെഞ്ഞാറമൂട് പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഇലന്തൂരിൽ എത്തിച്ചേരും. തുടർന്ന് പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരും. എന്തായാലും ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി, ഇപ്പോൾ തോമസ് ചെറിയാന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം വെഞ്ഞാറമൂട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. രോഹിണി, 56 വർഷങ്ങൾക്ക് മുൻപ് ലേ ലഡാക്കിൽ സൈനിക വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വെഞ്ഞാറമൂട് പിന്നിടാനായി പോവുകയാണ്. വെഞ്ഞാറമൂടിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹന വ്യൂഹം. 9 മണിക്കകം തന്നെ ഇലന്തൂരിൽ എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എം സി റോഡ് വഴിയാണ് വാഹനം കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഒരു നാട് കാത്തിരുന്ന ഒരു യാത്രയയപ്പ്, അല്ലെങ്കിൽ ഒരു നാട് കാത്തിരുന്ന ഒരു വീരപുത്രൻ, ആ വീരപുത്രനെ അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലാണ് പത്തനംതിട്ട ഇലന്തൂരിലെ വീടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ലഭ്യമായിട്ടുണ്ട്. അത് തോമസ് ചെറിയാൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ അറിയിപ്പ് ആ കുടുംബത്തിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ നീണ്ട വർഷങ്ങൾ സ്വന്തം സഹോദരനെ കാത്തിരുന്ന, നാടിന്റെ പ്രിയപുത്രനെ കാത്തിരുന്ന ആ വീട്ടിലേക്ക് ആ വാർത്ത എത്തുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്, ഒപ്പം അതിനുപരി സങ്കടവുമുണ്ട്. കാരണം ഇനി ആ സഹോദരൻ തങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത അവർ ഉൾക്കൊള്ളണം. ഒപ്പം തന്നെ ആ പ്രിയപുത്രനെ നാട് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷം, അല്ലെങ്കിൽ നാട്ടിലേക്ക് അവസാനമായി എത്തുന്നു എന്നുള്ളൊരു സമ്മിശ്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിട്ടുള്ളത്. എന്തായാലും ആ കുടുംബത്തിലേക്ക് ഇന്നിപ്പോൾ അവരുടെ പ്രിയ സഹോദരൻ എത്തുകയാണ്. തോമസ് ചെറിയാൻ ഇന്നലെ ഉച്ചയോടുകൂടി 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിച്ചത്. സൈന്യം എത്തിച്ചത്. സൈന്യത്തിന്റെ എല്ലാ ആദരവും കൊടുത്താണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അവിടെ സ്വീകരിച്ചത്. ക്ഷീണം ഏറ്റുവാങ്ങിയത് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് ആണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസും അവിടെ ഉണ്ടായിരുന്നു. പുഷ്പചക്രം അർപ്പിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായ ആ ഒരു ഭൗതികദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നാട് കാത്തിരുന്ന യാത്രയയപ്പ് നൽകാനായി നാട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കും. അതിനുശേഷം ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആംബുലൻസിലാണ് അദ്ദേഹത്തിനെ കിടത്തിയിട്ടുള്ള ആ പെട്ടി നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പെട്ടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തുറന്ന വാഹനത്തിലേക്ക്, സൈന്യത്തിന്റെ തന്നെ തുറന്ന വാഹനം, പുഷ്പമാലകളാൽ അലങ്കരിച്ച വാഹനത്തിലേക്ക് മാറ്റും. അതിനുശേഷം സൈനിക അകമ്പടിയോടുകൂടി വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും. അവിടെ പൊതുദർശനമുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ അവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. കുടുംബത്തിനും അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒപ്പം പഠിച്ച അദ്ദേഹത്തിന്റെ സ്കൂളിലെ, അദ്ദേഹത്തിന്റെ ജൂനിയർ, അദ്ദേഹം പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും അദ്ദേഹത്തിന് ആദരമർപ്പിക്കാനായി അവിടെ എത്തും. അതിനുശേഷം 12 മണിയോടുകൂടി 12:30 അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് പൊതുദർശനം പള്ളിയിലാണ്. അവിടെ
ഉൾപ്പെടെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സൈന്യത്തിന്റെ ബഹുമതി അല്ലെങ്കിൽ സൈന്യത്തിന്റെ അന്ത്യാഞ്ജലി അവിടെ അർപ്പിക്കും. പൂർണ്ണ സൈനിക ബഹുമതി അവിടെ പള്ളിയിൽ വെച്ചിട്ടായിരിക്കും നൽകുക. അതിനുശേഷമായിരിക്കും 2 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ അപകടം ഉണ്ടായതിനു ശേഷം നീണ്ട കാത്തിരിപ്പായിരുന്നു. അതായത് ഛത്തീസ്ഗഡിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനമാണ് 1968 ഫെബ്രുവരി 7 മഞ്ഞുമലയിൽ വളരെ ശരിയാണ്. കാരണം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു അത്. എന്താണ് തോമസ് ചെറിയാന് സംഭവിച്ചത്? ഈ അപകടത്തിൽ പെട്ട ഓരോരുത്തരും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നില്ല. കാരണം അത്ര വലിയ അപകടമായിരുന്നു അത്. പക്ഷേ ഇത്ര വർഷങ്ങൾ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ആശങ്ക വല്ലാതെ കുടുംബത്തിനുമുണ്ടായിരുന്നു. അവരെയും ആശ്വാസ തീരത്തെത്തിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഭൗതികദേഹം ലഭിക്കുന്നതും അതിപ്പോൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കാൻ ഒരുങ്ങുന്നതും.